ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യയെ പിടിച്ചിരുത്തി ചുറ്റിനും അച്ഛനും അമ്മയും ആങ്ങളെയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക. സ്വന്തം മനസ്സമാധാനം മാത്രമേ ഓർത്തുള്ളൂ, അവരെ ആരെയും ഓർത്തില്ല. നീ നിൻ്റെ ഭാവി ഓർത്തില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നീ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതെല്ലാം പറഞ്ഞ് അതിനെ ടോർച്ചർ ചെയ്ത് ഒരു രക്ഷയില്ലാതെ അതിൻ്റെ സ്വസ്ഥത മൊത്തം കളയുവാണ്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഇത് മുഴുവൻ കേൾക്കുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞതാ, കുഴപ്പമായതല്ലേ എന്ന് ശരണ്യ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു. എന്നെപ്പോലെ അറിയാതെ ഇതിൽ വന്നു പെട്ട ഒരാളെ ഞാൻ ചതിക്കണമായിരുന്നോ? അതായിരുന്നല്ലേ അച്ഛാ ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചോദിക്കുക ശരണ്യ. അല്ലേ അച്ഛാ, അല്ലേ അമ്മേ? അവരിങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇത് ശരണ്യ ചോദിച്ചപ്പോൾ പിന്നെ ആർക്കും മിണ്ടാട്ടോ ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളെല്ലാവരും സന്തോഷിച്ചേനെ അല്ലേ എന്ന് ശരണ്യ ഇവരോട് ചോദിക്കുന്നു. അല്ലേ, അങ്ങനെ അല്ലേന്ന് എല്ലാം പറയാനുണ്ടോ? മിണ്ടാട്ടോ ഇല്ല ആർക്കും. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ ആർക്കും മറുപടി ഒന്നും പറയാനില്ലാത്തേ? എന്താ നിങ്ങളൊന്നും പറയാത്തേന്നും ചോദിച്ചു ശരണ്യ തിരിച്ചു ചോദിക്കാൻ അങ്ങ് തുടങ്ങി. അപ്പം അച്ഛനും അമ്മയും ആങ്ങളെയും വായടച്ചങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഒന്നും മിണ്ടാനില്ലാതെ അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അച്ഛൻ അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് അമ്മയോടും ആങ്ങളയോടും ശരണ്യ ചോദിച്ചു. അപ്പോൾ ദേ ആങ്ങളെ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ അമ്മ, അവർക്ക് ശരണ്യയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി ഇല്ല. ഒന്നും മിണ്ടാതെ അവരെല്ലാം അങ്ങ് പോയി. പിന്നെ ശരണ്യ ഇങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ്റെ വീടാണ്. ബാലൻ്റെ വീട്ടിൽ അലീന അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ വന്നു. അപ്പോൾ കൃഷ്ണ വന്നിട്ട് രോഹിയേട്ടൻ വന്നെന്ന് അറിഞ്ഞാൽ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും. സ്കൂളിൽ തന്നെ കളിയാക്കിയവരോടും ഇത് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്ത ഫ്രണ്ട്സിനോടും ഇനി എനിക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്രതികാരത്തെക്കുറിച്ചൊന്നും എൻ്റെ മോൾ ഇപ്പം ചിന്തിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അലീന. രോഹിത് ഇപ്പോൾ പുറത്തിറങ്ങിയത് കൊണ്ടോ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മളോർക്കെ പറഞ്ഞത് കൊണ്ടോ എല്ലാം സത്യമാകണം എന്നെല്ലാവരും വിശ്വസിക്കണമെന്നില്ല. സമയം എടുക്കുമ്പോളെ എല്ലാത്തിനും ഒന്നും അലീന പറയുവാണ്. രോഹിത്തിനും നമുക്കും അതിലുപരി അവനെ രക്ഷിച്ച സത്യം തുറന്നു പറഞ്ഞ ശരണ്യ എന്ന പാവം പെൺകുട്ടിക്കും പ്രശ്നങ്ങളേ ഉണ്ടാകത്തുള്ളൂ. സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ആ കുട്ടി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തോന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ നിന്നിരുന്ന ഫോൺ റിങ് ചെയ്തു. പെട്ടെന്ന് കൃഷ്ണ അത് പോയി എടുത്തു. ചേച്ചി എന്ന് പറഞ്ഞാൽ അത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്പർ അലീനയ്ക്ക് പരിചയമില്ല. ഹലോ, ഹലോ ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിളി. അപ്പോഴേക്കും അയ്യോ മോളെ, ദേ ഞാനിപ്പം മോളെക്കുറിച്ച് കൃഷ്ണമോളോട് പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം മോളെ ദേ നീ ചായ എല്ലാവർക്കും ഒന്ന് എടുത്ത് കൊടുക്കാവോ, ഞാൻ അപ്പോഴത്തേക്കും വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണ അന്നേരം അവർക്കൊക്കെയുള്ള ചായ എടുക്കും അവിടെ. പറ മോളെ, എന്താ കാര്യം? നീ ഓക്കെ അല്ലേ മോളെ എന്ന് ചോദിച്ചു. ഞാനിവിടെ ആണെങ്കിലും നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അറിയാവുന്ന കാര്യമാണ് ചേച്ചി, ഞാൻ ഓക്കെ ആണെന്ന കാര്യം പറഞ്ഞു. ചേച്ചിയാണ് എനിക്ക് സത്യം തുറന്നു പറയാനുള്ള ധൈര്യം തന്നതെന്ന കാര്യം ശരണ്യ ഇങ്ങനെ അലീനയോട് പറയുക. കോടതി വരാന്തയിൽ കാല് കുത്തിയപ്പോൾ തൊട്ട് മനസാക്ഷി എന്നോട് ചോദിച്ചു തുടങ്ങിയിരുന്നു, സത്യം പറയണോ, മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞാൽ മതിയോ, ഞാൻ എന്താ ചെയ്യണ്ടേ? പക്ഷേ അടുത്ത നിമിഷമേ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടത് ചേച്ചിയാണെന്ന കാര്യം ഈ കൊച്ചു പറയുക. അതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആശയക്കുഴപ്പങ്ങളെല്ലാം അങ്ങ് മാറിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആശ്വാസമായി അലീനയ്ക്ക്. കോടതിയിൽ സത്യം പറയാൻ എന്നെ പ്രേരിപ്പിച്ചതും ചേച്ചി പറഞ്ഞു തന്ന ആ ഓരോ വാക്കുകളാണെന്ന കാര്യം ശരണ്യ പറയുക. എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ചേച്ചിയെന്നും പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന അതേ വേദന, അതേ ജീവിതം, അതേ നാളെ രോഹിത്തും പേറേണ്ടി വരുമെന്നുള്ള കാര്യം ശരണ്യ പറയുവാണ്. ആ ഒരു കുറ്റബോധവും പേര് നടക്കാൻ എനിക്ക് വയ്യ ചേച്ചിയെന്നും പറഞ്ഞു. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി ഈ ലോകത്തിലേക്ക് പഴുതിനേക്കാളും വേഗത്തിൽ എനിക്ക് നടക്കണം ചേച്ചി. എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ. എനിക്ക് വലിയൊരു പേടിയുണ്ടായിരുന്നു, സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലേ നിന്നെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ കാരണക്കാരി ഞാനാകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ അല്ലെന്നും അതുപോലെ ഞാൻ നിനക്കൊരു വഴികാട്ടി മാത്രമായിരുന്നു എന്നും നിനക്കറിയാലോ എന്നും പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുക. അത് മാത്രമായിരുന്നു ഏക ആശ്വാസമെന്നും അലീന പറയുക. പക്ഷേ ഇവിടെ ആരും അതൊന്നും മനസ്സിലാക്കുന്നില്ല ചേച്ചിയെന്ന് ശരണ്യ പറയുവാണ്. ഇപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും എനിക്കെതിരെ വന്ന് എന്തൊക്കെയോ പറയുകയാണെന്ന് ശരണ്യ ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ഒന്ന് ഞെട്ടി. ഞാൻ കൂടുതലൊന്നും അവരോട് ആരോടും പറഞ്ഞില്ല, കള്ളം പറയണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, അവർക്കതിനൊന്നും എൻ്റെ മുന്നിൽ ഉത്തരവുണ്ടായിരുന്നില്ലേ ചേച്ചിയെന്ന് ആ കൊച്ചിങ്ങനെ പറയുവാണ്.
പക്ഷേ അതിനു മുൻപ് കുറേ ചോദ്യങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ പ്രതികളെ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതും അവർക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളതും ആർക്കും ഇവിടെ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതിനൊരു ആകാംക്ഷയും ഒന്നും ഇവിടെ ആർക്കും ഇല്ല എന്നും ഒരു നിരപരാധി രക്ഷപ്പെട്ടതിലേ എന്നെ വീണ്ടും കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുക എല്ലാവരും ചേർന്ന് എന്ന് ശരണ്യ ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ നീയും ചിന്തിക്കണ്ടെന്ന് പറയുവാണ്. നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു, അത് മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതം കൊണ്ട് അവരെ എല്ലാം നീ തിരിച്ചു പിടിക്കണമെന്ന് പറയുവാണ്. നിന്റെ കൂടെ നീ അവരെ നിർത്തണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. അത് നിന്റെ ആവശ്യം മാത്രമാണ്, അതിന് നീ തന്നെ ശ്രമിക്കണം മോളെ എന്നും പറഞ്ഞു കൊടുക്കുക. തോറ്റു കൊടുക്കരുത് ഒരു കാരണവശാലും. അപ്പം എനിക്കറിയാൻ ചേച്ചി, ഞാൻ ഒരിക്കലും തോക്കില്ല, എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവത്തേ ഉള്ളൂ എന്ന് ആ കൊച്ചു പറയുവാണ് അലീനയോട്. അപ്പോൾ അലീനയ്ക്കൊരാശ്വാസം. പിന്നെ ചേച്ചി അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. ആളുകളെയൊക്കെ ഇനി എങ്ങനെയാ പെരുമാറുമെന്നൊന്നും അറിയില്ല കേട്ടോ. പഴയതിലും മോശമായിരിക്കും ചിലപ്പോൾ ഇനി അവരുടെയൊക്കെ പെരുമാറ്റം. ഇടയ്ക്ക് ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിച്ചോളാമെന്ന് പറഞ്ഞു. പറ്റുമ്പോൾ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓർക്കും മോളെ, ഞാൻ നിന്നെ ഓർക്കും, എന്ന് ഞാൻ വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ രേവതിക്കുട്ടിയെ പോലെ തന്നെയാണ് എനിക്ക് നീയെന്നും പറഞ്ഞ് അലീന ഇങ്ങനെ ആ കൊച്ചിനോട് പറയാം. അവളെ ഓർക്കുമ്പോഴൊക്കെ ഇപ്പം നീയും ഉണ്ട് എൻ്റെ തൊട്ടരികിൽ. എന്താവശ്യം ഉണ്ടെങ്കിലും മനസ്സിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ചേച്ചിയെ വിളിക്കാൻ നിനക്ക് എപ്പോഴായാലും വിളിക്കാൻ കേട്ടോ എന്ന് അലീന പറഞ്ഞു കൊടുക്കുക. എന്നാ വെച്ചോട്ടെ, കൃഷ്ണമോളെ അടുക്കളയിൽ ഏൽപ്പിച്ചിട്ടാ പോന്നെ, ഞാൻ പോയി നോക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അലീനയ്ക്ക് മനസ്സും കണ്ണും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശി മുറിയിലിരുന്ന് കരയും കേട്ടോ. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. മനു കയറി ചെന്നപ്പോൾ മോനെ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നടാ, വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചു. അടുത്തിരുത്തി. എന്തായടാ മോനെ കാര്യങ്ങളെന്ന് ചോദിച്ചു. ഭയങ്കര ഓട്ടത്തിലായിരുന്നു മുത്തശ്ശി, ഇപ്പോഴൊന്ന് സ്വസ്ഥമായതെന്ന് പറയുമ്പോൾ നീ പോയ കാര്യം പറ മോനെ, എന്തായി? അപ്പോൾ പറയാനുള്ളത് മുത്തശ്ശിക്ക് വിഷമമുണ്ടാക്കുന്ന വാർത്തയാണെന്ന കാര്യം പറയാം മനു. എന്നാൽ ആ കൂട്ടത്തിൽ ആശ്വസിക്കാനുള്ളതും ഉണ്ട് കേട്ടോ. വളച്ചേട്ടത് കാര്യം പറ കുഞ്ഞേ എന്ന് മുത്തശ്ശി. ഹരിക്ക് ഇത്തവണയും ജാമ്യം കിട്ടിയില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. ഷോ ഇത്രയും നാളായിട്ടും അവരെന്തിനാ അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നതെന്ന് മുത്തശ്ശി. അവൻ ആരെയും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ. കൊന്നിട്ടില്ല എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്, പക്ഷേ ഈ കുറ്റം കൊലപാതകത്തിന് തുല്യം തന്നെയല്ലേ മുത്തശ്ശി എന്ന് മനു ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുക. അവൻ പുറത്തിറങ്ങിയാൽ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് ജീവഹാനി വരെ ഉണ്ടാകുമെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് എന്നുള്ള കാര്യം പറയുവാണ്. ഹരിയുടെ പേരിൽ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് അടിപിടി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരത് കുത്തിപ്പൊക്കി റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്തു. അതുമാത്രമല്ല, തിരിച്ചറിയൽ പരേഡിൽ ആ കുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരിയെ തിരിച്ചറിയുകയും ചെയ്തു എന്ന കാര്യം പറയുക. അതും അവന് വിനയാവുകയും ചെയ്തെന്നും പറഞ്ഞു. ഷോ എൻ്റെ ദൈവമേ, അവൻ്റെ ഈ കഷ്ടപ്പാട് എന്ന് തീരുമോ എന്തോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പം മനു ഇങ്ങനെ മുത്തശ്ശിയുടെ നേരെ ഒരു നോട്ടം. അപ്പോൾ പിന്നെ നിങ്ങൾ അവനെ കണ്ടായിരുന്നോ? എല്ലാം സംസാരിക്കാൻ പറ്റിയോ? അപ്പോൾ സംസാരിക്കുന്നത് പോയിട്ട് കണ്ടതുപോലും കോടതി കോമ്പൗണ്ടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് മുത്തശ്ശി. ആൾക്കാർ വയലൻ്റായി കോടതിയിലോട്ട് ഇടിച്ചു കയറാനായിട്ട് നിൽക്കല്ലായിരുന്നു എന്ന് ചോദിച്ചു. 10-25 പോലീസുകാർ ചുറ്റിനും നിന്നും സംരക്ഷണം കൊടുത്തതാണെന്നും അവരെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കണ്ണൊന്ന് തെറ്റിയ കോളനിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അവരെ ആക്രമിക്കും, അതാണ് എല്ലാവർക്കും പേടി. ആശ്വസിക്കാനുള്ള വാർത്ത ഉണ്ടെന്ന് നീ പറഞ്ഞില്ലായിരുന്നോ? അതെന്നതാ? അത് പിന്നെ മുത്തശ്ശി ഇത്രയും നേരമായിട്ട് ഒരാളുടെ കാര്യം മാത്രം തിരക്കിയില്ലല്ലോ. ഓ, മുത്തശ്ശി ഇങ്ങനെ അങ്ങ് ഇരുന്നു. മറന്നതാണോ അതോ ചോദിക്കണ്ടെന്ന് വെച്ചതാണോ എന്ന് മനു ചോദിച്ചപ്പം അത് പിന്നെ റോഹിമോൻ്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായെന്ന് മുത്തശ്ശി. അവൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയാ മിണ്ടാതിരുന്നതെന്ന് മുത്തശ്ശി പറയാം. ഒരേ തെറ്റ് ചെയ്തവരല്ലേ രണ്ടുപേരും. ഒരാൾക്ക് ജാമ്യം കിട്ടിയാൽ മറ്റൊരാൾക്കും എന്തായാലും കിട്ടുമല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നാ മുത്തശ്ശിക്ക് തെറ്റി എന്നു മനു പറഞ്ഞു. രോഹിയെ കോടതി ജയമത്തിൽ വിട്ടെന്ന് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഞെട്ടി. അതെങ്ങനെ എന്ന് ചോദിച്ചു. ഹരിയെ രോഹിത്തിനെയും ഒരേ കേസിലല്ലേ പോലീസ് പിടിച്ചുകൊണ്ട് പോയത്? ആ, അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്, പക്ഷെ രോഹി സ്വതന്ത്രനായെന്ന് പറഞ്ഞു. അയ്യോ, എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അതേന്നേ, ആ പെൺകുട്ടി പോലീസിൽ പറഞ്ഞു രോഹിത് അവൾ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. കോടതിക്കും അത് വിശ്വാസമായി. ഈ മാറിമായി എങ്ങനെ നടന്നടാ എന്ന് മുത്തശ്ശി ചോദിക്കുക. സത്യത്തിൽ അലീനയാണ് അതിന് വഴിയൊരുക്കിയെന്ന് പറയുമ്പം അലീനയോ? അവക്ക് എങ്ങനെ ഇത് സാധിച്ചെടുക്കാൻ പറ്റിയേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം മുത്തശ്ശി മുറിയിൽ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് ഒന്നും അറിയാതെ പോയതാണെന്നും
ഇതിനിടയ്ക്ക് അവിടെ കടപ്പാട്ടൂര് എന്തെല്ലാം സംഭവങ്ങൾ നടന്നെന്നറിയുമോ? നീ ഒന്ന് വിശദമായിട്ട് പറ കുഞ്ഞേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ മനു അങ്ങ് ഇരുന്ന് പറയാൻ തുടങ്ങി. പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ വീട് ഒരു കോളനിയിലാണെന്ന് മുത്തശ്ശിക്ക് അറിയാമല്ലോ. അറിയാം. ഒരു ദിവസം അലീന ഒറ്റയ്ക്ക് ആ പെങ്കൊച്ചിൻ്റെ വീട് തിരക്കി ആ കോളനിയിൽ ചെന്നു. എന്നിട്ട് സത്യത്തിൽ അലീന ചെന്നത് രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. ആ പെൺകുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കോളനിക്കാരെല്ലാം കൂടി അങ്ങ് തെറ്റിദ്ധരിച്ചു. ആ പെൺകുട്ടിയെ പാട്ടിലാക്കാൻ വന്നതാണെന്നാണ് അവർ കരുതിയത്. അവരെല്ലാവരും കൂടെ അലീനയെ ഉപദ്രവിച്ചു. ഉഷു, എൻ്റെ ദൈവമേ! താഴെ കൂടെ മണ്ണെണ്ണയൊക്കെ വെച്ച് തീ കൊളുത്താൻ തുടങ്ങിയതാ. അയ്യോ ദൈവമേ എന്നും പറഞ്ഞിരിക്കാം മുത്തശ്ശി. ഭാഗ്യത്തിന് അവളെ പരിചയമുള്ള ഒരാൾ അവിടെ തക്ക സമയത്ത് ചെന്നതുകൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അതോടെ ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരുമായിട്ട് അലീന അടുപ്പത്തിലായി കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് അലീന മനസ്സിലാക്കിയത്. എന്തായാലും രോഹിത്തിന് അത് രക്ഷയായെന്ന കാര്യം മനു ഇങ്ങനെ പറയുക. അപ്പോൾ ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണോ മനു? എനിക്ക് അങ്ങോട്ട് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീനയല്ലേ ആള്, വിശ്വസിച്ചേ പറ്റൂ എന്ന് മനു പറയാം. അന്നേരം അവൾ എന്നാ ധൈര്യത്തിൽ ആ കോളനിയിലോട്ടൊക്കെ പോയത്? അവള് ജീവന് പേടിയുള്ള ആരെങ്കിലും കാണിക്കുന്ന പണിയൊക്കെ ആണോടാ ഇത്? അപ്പം മുത്തശ്ശിക്ക് അലീനയെ അറിയാവുന്നതല്ലേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും അവൾക്ക് മടിയില്ല. അന്ന് ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികൾ പറയുന്നതൊക്കെ കേൾക്കണം. നമ്മളെ നടുങ്ങിപ്പോകുമെന്ന കാര്യം പറയുമ്പം നമ്മൾ മുത്തശ്ശി ഇങ്ങനെ താടയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. മുത്തശ്ശി എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആകണമെന്ന് പറഞ്ഞു മനു. പിന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങ് പോയി. മനു അങ്ങ് പോയപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് ദൈവങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വൈജി ഇങ്ങനെ കിടക്കുമ്പോൾ വൈജിയുടെ ഫോണിലേക്ക് ബബിതയുടെ കോള് വരിക. അമ്മ അറിഞ്ഞോ? എന്നാ അറിഞ്ഞോന്നാ ചോദിക്കുന്നേ. അമ്മേ, രോഹിയേട്ടന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു. ആണോ? സത്യമാണോ ഈ പറയുന്നേ? അമ്മേ, ദേ ആ ഹരിയെന്ന് പറയുന്നതിന് കിട്ടിയില്ല അമ്മേ, അവൻ ഒരിക്കലും കിട്ടാതെ പോട്ടെ എന്ന് പറഞ്ഞു. അവനോ? നീ എന്നാടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ അവനെ ഹരിയേട്ടാന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിക്കുമ്പം അവനെ ഹരിയേട്ടാന്നല്ല കരിയേട്ടാന്നാ വിളിക്കേണ്ടത്. അപ്പോൾ ഭയങ്കര ദുഷ്ടനാ അമ്മയെന്ന് ബബിത പറയുമ്പം കമലയൊക്കെ അറിഞ്ഞോടി മോളെ? അറിഞ്ഞു കാണുമായിരിക്കും. അങ്കിളും മനുവേട്ടനും ഒക്കെ കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് ആരാ പോയേ? നീ പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല, അച്ഛനും അലീനയും കൂടിയാണ് പോയതെന്ന് പറഞ്ഞു. അവിടെയും കൊണ്ടുപോയോ അച്ഛൻ്റെ കൂടെ? ആ മനുഷ്യൻ്റെ തൊലിക്കെട്ടി സമ്മതിക്കണമെന്നൊക്കെ പറയുമ്പോൾ ബബിത ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാം. എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിനെ കൂടി പബ്ലിക്കിൻ്റെ മുന്നിൽ കൂടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക, നാണമില്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ്. അവളെ കോടതിയിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം എന്നായിരുന്നു? അപ്പം എനിക്കങ്ങ് അറിഞ്ഞുകൂടാന്ന് ബബിത. പിന്നെ അച്ഛൻ എവിടെ പോയാലും ഇപ്പം അവളെയും കൊണ്ടാണ് പോകുന്നതെന്നും കഴിഞ്ഞ ദിവസം എറണാകുളത്തിന് പോയി, അന്നും അവളെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവിടെ എന്നാത്തിന് പോയതാ? അവളുടെ കല്യാണത്തിന് ക്ഷണിക്കാനോ? രോഹിയേട്ടനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അവിടുത്തെ ചേച്ചിയുടെ ആരവാണത്രേ പാലായിലെ DYSP. എന്നിട്ട് അവരാണോ രോഹിമോനെ ജാമ്യത്തിൽ ഇറക്കിയത്? അല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നും അത് കാരണം അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞു ബബിത. അവൾ കൂട്ടിക്കൊണ്ടുപോയതല്ലേ അലീന, അപ്പോൾ ടെൻഷനാകും. വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നവളും അനാഥാലയത്തിൽ നിന്ന് വന്നവളൊക്കെ നോക്കിയാലേ എന്നാ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ബബിതയോട് അമ്മ ചോദിക്കുന്നു. പിന്നെ മനുഷ്യനായാലേ ഓരോ സാമാന്യ ബോധമൊക്കെ വേണ്ടേന്ന് ചോദിക്കുമ്പം ഇപ്പോൾ അവളെന്താണ്ട് ചെയ്തതുപോലെയാ പറച്ചിലും നടപ്പും ജാടയും ഒക്കെ. അവള് കാരണമല്ലേ രോഹിയേട്ടൻ കുറ്റക്കാരനല്ലാന്ന് മനസ്സിലായത്. പിന്നെ അവള് കാരണം അത് വൈകി സമ്മതിച്ചു കൊടുക്കുവല്ല. ഞാൻ എന്തുമാത്രം മനസ്സുരുക്കി പ്രാർത്ഥിച്ചെന്ന് ആർക്കെങ്കിലും അറിയാവോ? എവിടെയെല്ലാം വഴിപാട് നേർന്നെന്ന് അറിയാവോ? അതിൻ്റെ ഫലവാ എന്ന് വൈജ. അച്ഛനും അവളും കേൾക്കണ്ട കേട്ടോ ഇതെന്ന് പറഞ്ഞു. ഞാൻ എവിടെയോ അത് പറയും. എന്നതായാലും ജാമ്യം കിട്ടിയല്ലോ. അപ്പോൾ രോഹി വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നോടി, ഞാനത് ചോദിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞപ്പം ഇല്ല, അത് നാളെ ജയിലിൽ നിന്നല്ലേ കൊണ്ടുവരേണ്ടത്, കോട്ടയത്ത് സബ് ജയിലിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കൊണ്ടുവരുമ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോടി, ഇതിലേ കൊണ്ടുവരാൻ പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനോ? എല്ലാവരും കാണത്തില്ലേന്ന് ചോദിച്ചു. എന്നാ കൊണ്ടുവന്നാ? എല്ലാവരും കാണട്ടെ, അവൻ തെറ്റുകാരനല്ലാന്ന് തെളിഞ്ഞില്ലേ? അച്ഛൻ അലീനയെ കൂട്ടിയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുമ്പം നീ അതിന് സമ്മതിക്കരുത് കേട്ടോ. നീ വേണം അച്ഛൻ്റെ കൂടെ പോകാൻ. അവളോട് വീട്ടിലിരിക്കാൻ പറയാനും വൈജ പറയാം. നിന്റെ ഏട്ടനല്ലേ രോഹി, നിനക്കല്ലേ അവകാശം. അച്ഛൻ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പം നീ ഡ്രസ്സ് ചെയ്ത് നിന്ന് അങ്ങ് കാറിലോട്ട് കയറി അങ്ങ് ഇരുന്നേക്കണം, സമ്മതം ചോദിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞു. ശരി, ഫോൺ വെച്ചോളാൻ പറഞ്ഞു.
എന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അവിടെ കിടക്കുന്നു. ഈ സമയം പിന്നെ കമല ആലോചിച്ച് കൊലി കയറി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശിവനും തൊട്ടരികിൽ ഭയങ്കര കലിപ്പിലിരിക്കുക. അപ്പം മനു അങ്ങോട്ടേക്ക് വന്നു. ഇവർ രണ്ടുപേരും പിടിവിട്ടിരിക്കുകയാണെന്നുള്ളത് മനുവിന് മനസ്സിലാവുകയും ചെയ്തു. മനു വന്നിട്ട് വന്ന് അമ്മയുടെ അരികിലേക്ക് ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാം. നമ്മുടെ ശ്രമങ്ങളൊക്കെ വെറുതെ ആയാലോടാ മനു എന്നും ശിവൻ. ഹരിയെ പുറത്തിറക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അമിത പ്രതീക്ഷ വേണ്ട എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതല്ലായിരുന്നു അച്ഛനോട്. പിന്നെ ഇതിങ്ങനെ വരുള്ളൂ എന്ന് എൻ്റെ മനസ്സ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരുങ്ങിക്കെട്ടി പോയ തന്നെ കാണിക്കാനാണെന്ന് അമ്മ മോനോട് ചോദിച്ചു. രണ്ടുപേരുടെയും പോക്ക് കണ്ടപ്പോൾ ഞാൻ കരുതി ഹരിയം കൊണ്ട് തിരിച്ചിങ്ങോട്ട് വരത്തുള്ളെന്ന്. അതങ്ങനെയാ, ഒന്നെങ്കിൽ അച്ഛന് മകനോട് സ്നേഹം വേണം, അല്ലെങ്കിൽ കൂടപ്പിറപ്പിന് സ്വന്തം ചോരയാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടാവണം. അത് രണ്ടും ഇല്ലാണ്ടായി എങ്ങനെയൊക്കെയാണ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് എടുക്കുമ്പം അതിനെ ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണോ കമലയെന്ന് ചോദിച്ചു. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇതിലെ കൂടുതൽ ഇനി എന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? സ്വന്തം വീട്ടിലുള്ളവരുടെ കാര്യപ്രാപ്തി എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അന്നേരം രാവിലെ മുതൽ ഞങ്ങൾ ഓടിയ ഓട്ടോ ഒന്നും നിനക്കറിയില്ലല്ലോ, ഓടി ഓടി ക്ഷീണിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഒരു ഗ്ലാസ് വെള്ളം അച്ഛനും കൂടെ കൊടുക്ക, ക്ഷീണം അങ്ങ് മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല ഇരുന്ന് പറയുമ്പം ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പിന്നെ തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ലേ. ഹരി കുറച്ചുകൂടി അകത്ത് കിടക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിക്കാണും. എന്നിട്ടോ ആ രോഹിയുടെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ അല്ലല്ലോ തോന്നിയത്. അതെന്താ, അവൻ പുറത്തും നമ്മുടെ മോൻ അകത്തും, അതെവിടുത്തെ മര്യാദയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മയുടെ പ്രശ്നം എന്താണ്? രോഹി പുറത്തിറങ്ങി, ഹരി ജയിലിലും, അതാണ് അമ്മയുടെ പ്രശ്നം. അമ്മ ഇങ്ങനെയൊന്നും ചീപ്പായിട്ട് ചിന്തിക്കാതെ അമ്മയെന്ന് പറഞ്ഞു മനു. ഒരാളെങ്കിലും പുറത്തിറങ്ങിയല്ലോ എന്ന് ഓർക്കാം. അപ്പം ഞാൻ ചിന്തിക്കുന്നതാ കുഴപ്പം. ഒരേ കുറ്റം ചെയ്തവരല്ലേ രണ്ടുപേരും, എന്നിട്ട് ഒരാളകത്തും മറ്റേ ആൾ പുറത്തും. ഇത് എന്ത് നീതിയാ എന്നൊക്കെ കമല ചോദിക്കുമ്പം ചെയ്ത കുറ്റങ്ങളുടെ കാഠിന്യം നോക്കിയിട്ടാണ് ജഡ്ജിമാർ തീരുമാനം എടുക്കുന്നത്. അമ്മയ്ക്ക് മനസ്സിലായോ? ചിലപ്പോൾ രോഹിത് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ജഡ്ജിക്ക് തോന്നിക്കാണൂന്നേ. അപ്പോൾ ഇത് ജഡ്ജിയുടെ തോന്നലും ധാരണയൊന്നും അല്ല, എല്ലാം അവളുടെ കളിയാ, ആ അലീനയുടെ. അപ്പം മനു ഇങ്ങനെ ഒരു നോട്ടം നോക്കി കമലെ. അങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.